മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫേഷ്യൽ ആയിട്ടാണ്. ഹോം മെയ്ഡ് ഫേഷ്യൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാന്ന് വെച്ചാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ മുഖം കഴുകിയിട്ടൊക്കെ വരണം കേട്ടോ. മുഖം നല്ല ക്ലീൻ ആയിട്ട് വേണം. നല്ല ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റും. മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്തിലൊന്നും അങ്ങനെ മേക്കപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. മുഖം മൊത്തം നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവണം. ഓക്കെ, ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് പിടിക്കും. നമ്മളെ ഫേസിന് വേണ്ട ജസ്റ്റ് ഗ്ലോ അപ്പ്. ഓക്കെ, അത് നമുക്ക് മുഖത്ത് കെട്ടി വെക്കാം. മുഖത്തേക്ക് മൊത്തം കൂടി മുകളിലോട്ട് കെട്ടി വെക്കാം. ഈ മൊത്തം നിൽക്കലാണോ? ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലീനപ്പ് ആണ്. ക്ലീനപ്പ് എന്ന് വെച്ചാൽ മുഖത്ത് ഡെഡ് സ്കിൻ ഒക്കെ, മൂക്കിന്റെ ഈ സൈഡൊക്കെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. മൂക്കിന്റെ ഈ സൈഡൊക്കെ ഡെഡ് സ്കിൻസ് ഉണ്ടാവുന്നു. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ആക്കി കളയുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്ത് ഇത് വരും, ലൈൻസ് വരും. അത് ഒക്കെ അത്ര നല്ലതല്ല ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്ത് നോക്കാം. വാ, ആദ്യം നമുക്കൊരു തൈര്. ഞാനിത് കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടാണ്, ഫ്രഷാണ് തൈര്. നമുക്കൊരു തൈര് വേണം. ഏതെങ്കിലും തൈര് മതി. വീട്ടിലൊക്കെ നല്ല പുളിച്ച തൈരാണെങ്കിൽ അടിപൊളി. പുളി ഉണ്ടെങ്കിൽ അധികമായിട്ടും ഇതൊക്കെ പോകും വേഗം. ഇതൊക്കെ അധികം ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട് ജസ്റ്റ് ഒക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ചില ആൾക്ക് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് ഷുഗർ എന്ന് വെച്ചാൽ കുറച്ച് ഷാർപ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡെഡ് സ്കിൻസ് ഒക്കെ പോകാൻ ഷുഗർ ഇട്ട് തേച്ചാൽ നല്ല ഡെഡ് സ്കിൻസ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമുക്ക് മുഖമൊക്കെ ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കേടാണ്. കേട് നമുക്ക് ഒരു ജസ്റ്റ് എടുക്കുക, കുറച്ച് കേട് എടുക്കാം, കുറച്ച് മതി. ജസ്റ്റ് ഫോർ ക്ലീനപ്പിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ ഇത് ഷുഗറോ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. തരി ഉണ്ടല്ലോ, അപ്പോൾ അതിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാനിതിന് കുറച്ചോ അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് അരിപ്പൊടി, ജസ്റ്റ് ഫോർ കുറച്ച് അരിപ്പൊടി ഇടുന്നുള്ളൂ. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ തൈര് വീട്ടൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നല്ലതാണ്. തൈര് നല്ല നമുക്ക് മുഖത്തിന് ഗ്ലോ അപ്പ് തരും. നല്ലൊരു ഗ്ലോയി ഫിനിഷ് എന്ന് വെച്ചാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്ന ഒരു ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് തേച്ച് നോക്കാം. ജസ്റ്റ് ഫോർ സ്ക്രബ്. ഇത് നമുക്ക് ജസ്റ്റ് ക്ലെൻസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആദ്യം മുഖം കഴുകണം കേട്ടോ. ഇടുന്നതിന് മുമ്പ് ആഴ്ചക്ക് 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആൾക്കാർക്ക് നെറ്റൊന്നുമില്ല. മൊത്തം യൂസ് ചെയ്യാം. കഴുത്തിലിടാം കേട്ടോ. നമ്മൾ ചങ്കിനും മുഖത്തിന് വേറെ കളറായിരിക്കും. 2 ഹാൻഡ് വെച്ചിട്ട് ജസ്റ്റ് മസാജ് നല്ല ലൈറ്റായിട്ട്, ഹാർഡായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് എവിടെയൊക്കെയോ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു 2 to 3 minutes നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. സ്ലോലി, ജെന്റ്ലി ആയിട്ട്. സ്കിന്നിന് നല്ല ഇറിറ്റേഷൻ വരും ഇങ്ങനത്തെ അമർത്തി തുടക്കുമ്പോൾ. അങ്ങനെ ചെയ്യരുത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ സ്ലോലി ചെയ്യണം, ഇങ്ങനെ ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ല മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യണം. ആഴ്ചക്ക് 2 തവണ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇതങ്ങനെ യൂസ് ചെയ്യുന്നതിനൊരു പ്രത്യേകിച്ചൊരു ഇതില്ല. സെയിം സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ക്ലെൻസിങ് ആണ്. നമുക്ക് ഈ ക്ലെൻസിങ് ചെയ്ത ശേഷം നമുക്ക് ഫേഷ്യൽ അപ്ലൈ ചെയ്യാം. ഫേഷ്യൽ വെച്ചാൽ ഒരു പാക്കാണ്. പാക്ക് നമ്മൾ ഈ സംഭവം കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ആക്കുന്നത്. സിമിലർ നമ്മൾ വീട്ടിലുണ്ടാവുന്ന വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പേടിക്കേണ്ട വേറൊന്നുമില്ല കേട്ടോ. വേറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഫേഷ്യൽ ചെയ്തു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. നമ്മളെ ഫേസിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും. അത് നമ്മൾ മുഖം വെളുക്കുന്നല്ല കേട്ടോ. അത് നമ്മളെ സ്കിന്നിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ അത് ചുവന്നിട്ടാവും, റെഡ് കളറാവും, സ്ട്രോബെറി പോലെ. അതെന്ന് വെച്ചാൽ ബ്ലഡ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി അങ്ങനെ ഉണ്ടാകുന്നതാണ്. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് കടയിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്താൽ വെളുത്തു, നെവർ. അങ്ങനെ ഒരിക്കലും ഒരാളും വെളുത്ത ഇതെനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കെമിക്കൽ സർജറി, ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന അത് സത്യമാണ്. അതൊക്കെ കുറേ കാശൊക്കെ കൊടുത്ത് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഇതല്ലേ നാച്ചുറലായിട്ട് ബെറ്റർ. ഓക്കെ ഗൈസ്, അപ്പോൾ 2 മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ മൈൽഡായിട്ട്. പിന്നെ നമുക്കിത് വാഷ് ഓഫ് ചെയ്യണമെന്ന് വെച്ചില്ല, നല്ലൊരു തുണി വെച്ച് കഴുകിയാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ തുടക്കാൻ പോവാം. മതി, ഇത്ര മതി കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അടിക്കൊന്നും ഇങ്ങനെ റഫായിട്ട് ഇടല്ലേ. ഓക്കെ, മൈൽഡായിട്ട് ഇങ്ങനെ ഇതാക്കാം. ഇതങ്ങനെ വെക്കുന്നില്ല കേട്ടോ, മൈൽഡായിട്ട് വെക്കാം. ഓക്കെ, ഒരു കോട്ടൺ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വേറെ നോക്കട്ടോ. ജസ്റ്റ് അതെന്ന് വെച്ചാൽ നമ്മൾ കഴുകിയാൽ
ഡെഡ് സ്കിൻസ് നമ്മൾ വരച്ചല്ലേ, അപ്പോൾ അത് പോകാൻ അത്ര ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഫേസ് പാക്കിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തൈര് വേണം, ഹണി വേണം, പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് തൈര് എടുക്കണം. തൈര് കുറച്ച് മതി നമുക്ക് ഫേസിന്. നമുക്ക് പാക്ക് ഇടാൻ വേണ്ടത് തൈര് മതി, ജസ്റ്റ് ഇനഫ്. ജസ്റ്റ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ, 2 വേണ്ട, ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ഇറക്കും. പിന്നെ ജസ്റ്റ് കുറച്ച് ഹണി, കുറച്ച് ഹണി ഇട്ടെടുത്തു കേട്ടോ. കുറച്ച് ഹണി കുറച്ച് മതി, ഒരു 1/4 സ്പൂൺ അത്ര മതി, അധികം വേണ്ട. ഓക്കെ, ഇത് മിക്സ് ചെയ്യണം നല്ലപോലെ. മിക്സ് ചെയ്യണം. മിക്സ് നല്ല കുഴപ്പം പരുവത്താണ് ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മിക്സ് തേക്കാം. നല്ല സ്കിൻ സ്മൂത്താണ്. മാക്സിമം കവറാൻ പോലെ തേച്ചെടുക്കാം. ഇത് തേക്കുമ്പോൾ നല്ല തണുപ്പാണ്, നമുക്ക് നല്ല തണുപ്പ്, നല്ല മൈൽഡായിട്ട് ഇങ്ങനെ അവിടെ തേക്കാൻ പറ്റില്ല. ഇത് തേച്ച് ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കണ്ട. ഇറിറ്റേഷൻ ആക്കി കഴുകി കഴിഞ്ഞോ വെക്കാൻ നിൽക്കണ്ട. ഇതിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും. അത് വെളുക്കുന്നല്ല, എല്ലാവരും വെളുക്കൊന്നും ഇരിക്കണ്ട. ഇത് തേച്ചാൽ വെളുക്കുന്നില്ല, പക്ഷേ സ്കിൻ ഒന്ന് ഫ്രഷ് ആവും. അങ്ങനെ 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് കഴുകാം. കൈക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൊക്കെ തേച്ച് കൊടുക്കാൻ പ്രശ്നമില്ല. നമുക്ക് കൈക്കും തേക്കാം. നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെയിൽ വെച്ച് കത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇത് കൈക്കും തേച്ച് കൊടുക്കാം. കൈക്കും നല്ലതാണ്. കൈയും ചങ്ങും മുഖമൊക്കെ വേറെ കളർ. എല്ലാവർക്കും ഇങ്ങനെയാണ്. സെറ്റാക്കാം, നമുക്ക് എല്ലാം നമുക്ക് സെറ്റാക്കാം. ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടും. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഈ കേർഡ് എന്ന് പറഞ്ഞാൽ തൈരിന് നല്ലൊരു എന്താ പറയുക ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ടാനിങ്ങിനെ ഒക്കെ നല്ല പോലെ കുറക്കാൻ ഈ തൈരിന് പറ്റും. തൈര് പിന്നെ കുറച്ച് സാധനമൊക്കെ ഉണ്ട്, ഞാൻ വീഡിയോ ഇടാം. തൈര് ഒരു വലിയൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നിങ്ങൾക്ക് തൈര് അവോയ്ഡ് ചെയ്ത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അധികം എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹണിക്ക് പകരം ലെമൺ യൂസ് ചെയ്ത്, ഹണി ഞാൻ എടുത്തിരിക്കുന്നത് സഫോളാൻ്റെ ഹണിയാണ്. ഇതുകൊണ്ട് എടുക്കാം. ബെസ്റ്റ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തപ്പി പിടിച്ചിട്ടോ. നമുക്ക് എന്താ പറഞ്ഞു, ഞങ്ങൾ ഹണിക്ക് പകരം നമുക്ക് ഇതിടാം. എന്താ, നാരങ്ങ മീൻസ് ചെറുപുളി ഇടാം. ചെറുപുളി മീൻസ് ലെമൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണാം. വെളുത്തൊന്നും പറയുന്നില്ല, ബട്ട് ഒരു ഗ്ലോയി ടച്ച് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സിൽ പറയണേ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോ ഞാൻ പിന്നെയും വരുന്നതാണ്. അതുവരെക്കും ബൈ ബൈ.